ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് പോകാൻ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടി ദൗർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന പ്രതിനിധികൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കേരളം ഇങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ കേന്ദ്രം 1 മണിക്കൂറിനകം പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കണമായിരുന്നു. കേന്ദ്ര സർക്കാർ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഈ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് ഒരു മന്ത്രിയെ സർക്കാർ വിടാൻ തീരുമാനിച്ചത്. ഫോണിൽ ബന്ധപ്പെടുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ആവശ്യമില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്നും സതീശൻ കുറ്റപ്പെടുത്തി. മൃതദേഹങ്ങൾ ഒരുമിച്ച് ഏറ്റുവാങ്ങേണ്ട ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലാണ് കേരളമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ചിന്തിക്കാൻ കഴിയാത്ത അത്ര വലിയ ദുരന്തമാണ് കുവൈറ്റിൽ ഉണ്ടായത്. കുടുംബങ്ങളുടെ ദുഃഖം വിവരിക്കാനാവില്ല. ആവശ്യമായ സജ്ജീകരണങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ ഒരുക്കിയതായും അദ്ദേഹം പറഞ്ഞു. കുടുംബങ്ങളുടെ മുന്നിൽ നിസ്സഹായരായി ഞാൻ നിൽക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കുവൈറ്റിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അവസാന നിമിഷം അനുമതി നിഷേധിച്ചതിനെ മന്ത്രി വീണ ജോർജ് ശക്തമായി വിമർശിച്ചിരുന്നു. കേരളത്തോട് ഇത് വേണ്ടായിരുന്നു എന്നും വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വച്ചാണ് അപേക്ഷ നൽകിയിരുന്നത് എന്നും അവർ പറഞ്ഞു. ഇന്നലെ രാത്രി 9:40 വിമാനത്തിൽ പോകാൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയെങ്കിലും യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ 9:30 മന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങി. കുവൈറ്റിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവുമധികം മരണപ്പെട്ടത്. ഇന്ത്യക്കാരിൽ പകുതിയിലേറെയും മരണപ്പെട്ടത് മലയാളികളാണ്. പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരും നമ്മുടെ ആളുകളാണ്. അവർക്കൊപ്പം നിൽക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുമാണ് പ്രതിനിധിയെ അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ആദ്യമായിട്ടല്ലല്ലോ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. കണ്ണീരിൻ്റെ മുഖത്ത് ദുഃഖത്തിൽ ഇടപെടുന്നതിനാണ് സംസ്ഥാനം പ്രതിനിധിയെ അയക്കാൻ തീരുമാനിച്ചത്. ഈ ദുരന്തത്തിൽ കേരളത്തോട് ഇത് വേണ്ടായിരുന്നുവെന്നും അവർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി കുവൈറ്റിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്കുണ്ടാകും. ആളുകളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ സഹായിക്കാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഇടപെടാനും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് പലതും കൊണ്ടുവരാനും പറ്റും. മോർച്ചറിയുടെ ഭാഗത്തുനിന്ന് എല്ലാവരെയും പോലീസ് മാറ്റുകയാണെന്നാണ് വ്യാഴാഴ്ച രാത്രി നമ്മുടെ ആളുകൾ പറഞ്ഞത്. ആ രാജ്യത്തിന് അവരുടേതായ നിയമങ്ങളും മറ്റുമുണ്ടാകും. എന്നാൽ നമ്മുടെ ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് വേഗത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന പ്രതിനിധി ഉണ്ടെങ്കിൽ സാധിക്കുമായിരുന്നു. വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വച്ചാണ് കേന്ദ്രത്തിന് അപേക്ഷ നൽകിയത്. എന്നിട്ടും യാത്രാനുമതി നൽകിയില്ല. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി വീടുകളിൽ എത്തിച്ച ശേഷം ഇനി കുവൈറ്റിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് പിന്നീട് തീരുമാനിക്കും. വിമാനത്താവളത്തിൽ വരാൻ സാധിക്കാത്ത ബന്ധുക്കളുണ്ട്. അവരുടെ വീടുകളിലേക്കും മൃതദേഹം എത്തിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു. മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കണമെന്ന് പറഞ്ഞവർക്ക് അതിന് അനുസരിച്ചുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. 3-4 ആശുപത്രികളിലാണ് ഇവരുള്ളത്. ICUവിൽ 7 പേരും ചികിത്സയിലുണ്ട്. പരിക്കേറ്റവരുടെ ഔദ്യോഗികമായ കണക്ക് എംബസിയിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്ന കാര്യവും വീണ ജോർജ് ചൂണ്ടിക്കാട്ടി.